അസ്സലാമലൈക്കും. അരി അരച്ച് ഇഡ്ഡലി ഉണ്ടാക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അരിപ്പൊടി കൊണ്ട് സോഫ്റ്റായ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാം എന്ന റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതാകുമ്പോൾ നമ്മൾക്ക് അരി അരക്കണ ബുദ്ധിമുട്ടോ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അതിന് വേണ്ടത് ഒരു പാത്രത്തിൽ ഇപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്നാണ് ഇട്ടേക്കുന്നത്. അതൊരു 2 മണിക്കൂർ കുതിർത്താൽ മതി. ഇതിപ്പോൾ ഒരു 5 മണിയോടെയാണ് ഞാൻ ഉഴുന്ന് ഇട്ടേക്കുന്നത്. അതിൽ 1 സ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉഴുന്ന് പൊന്തി വരുമ്പോഴുള്ള പാത്രത്തിൻ്റെ അളവാണ് നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ആ പാത്രത്തിൻ്റെ പകുതി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അത് പൊന്തി വന്നപ്പോൾ അത് പാത്രം നിറച്ചുണ്ട്. അത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുക. നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. ഇപ്പോൾ 7 മണിയോട് കൂടിയാണ് ഞാനിപ്പോൾ അരക്കുന്നത്. വെറും 2 മണിക്കൂർ കുതിർത്തിട്ടുള്ളൂ. ആകെ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എത്ര ലേറ്റ് ആയാലും നമുക്ക് ഇഡ്ഡലിക്ക് അരക്കാം. ഇപ്പോൾ അരി ഉഴുന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ആ പാത്രത്തിൽ തന്നെ നമ്മൾ ആ ഉഴുന്നെടുത്ത പാത്രത്തിൽ തന്നെ 2 പാത്രം അളവിൽ ചോറ്. ഇതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോഴാണ് കറക്റ്റ് സോഫ്റ്റ് പരുവം ഉണ്ടാകുകയുള്ളൂ. നന്നായിട്ട് മിക്സിയിൽ അരക്കുക. ഈ ഉഴുന്നും ചോറും അരക്കണ ഒരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇനി ആവശ്യത്തിന് അരിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് വറുത്ത അരിപ്പൊടിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇതിന് എന്ത് അരിപ്പൊടിയായാലും കുഴപ്പമില്ല. വറുത്തതോ വറുക്കാത്തതോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആ ചോറ് എടുത്ത ആ സെയിം ഉഴുന്നെടുത്ത അതേ പാത്രത്തിൽ തന്നെ 2 പാത്രം നിറച്ച് 2 പാത്രം അളവിൽ എടുക്കണം. അത് ആ ഉഴുന്നിലോട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് കട്ടയൊന്നുമില്ലാണ്ട് ഇളക്കണം. അപ്പോൾ അതങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ആവശ്യത്തിന് അത് മിക്സ് ചെയ്തിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളവും പാടില്ല, എന്നാൽ ഭയങ്കര കട്ടിയും പാടില്ല. ഇങ്ങനെയുള്ള ഈ പരുവമാണ് പേസ്റ്റ് പരുവം. പിന്നെ പാത്രം ഒരു അരപ്പാത്രം പാടുള്ളൂ, കാരണം ഇത് പൊന്തി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിൽ അധികം ഞാൻ കുറച്ച് മാറ്റിയിട്ട് ആണ് മൂടി വെച്ചത്. ഇപ്പോൾ രാവിലെ ഒരു 5 മണിയോടുകൂടി തുറന്നപ്പോൾ മാവ് ഏകദേശം നല്ല പൊന്തി വന്നിട്ടുണ്ട്. കാരണം ആ ഉഴുന്നും ചോറൊക്കെ പാകത്തിന് ചേർത്തതുകൊണ്ടാണ് ഇങ്ങനെ പൊന്തിയേക്കുന്നത്. ആവശ്യത്തിന് നമ്മളിപ്പോൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ എണ്ണയൊക്കെ തൂത്തിട്ട് അത് ചുട്ടെടുത്താൽ മതി. പിന്നെ ചിലർ സോഡാപ്പൊടി ചേർക്കും. നല്ലോണം പൊന്തിയ മാവാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. അത് നന്നായിട്ട് പൊന്തി വന്നോളും ഇഡ്ഡലി. ഈ ഇഡ്ഡലി ബാറ്റർ തന്നെ നമുക്ക് ദോശക്കും ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഉലുവ ചേർത്തത്. ഉലുവ ചേർത്ത ദോശപ്പൊടി ആകുമ്പോൾ നല്ല ദോശ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാനാണ് ഉലുവ ചേർത്തേക്കുന്നത്. ഇപ്പം നോക്കിക്കേ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ബാറ്റർ നമുക്ക് ആവശ്യം എത്ര വേണമെങ്കിലും മാവ് അരച്ച് വെക്കാം. ഇത് അരിപ്പൊടിയേക്കാളും എനിക്ക് ഇത്രയും എപ്പോഴും എളുപ്പമായിട്ട് തോന്നിയേക്കണത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. എന്നാൽ ആ സെയിം നല്ല പഞ്ഞി പോലെയും സോഫ്റ്റുമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കാനും പറ്റും. പിന്നെ ആ സെയിം മാവ് തന്നെ ബാക്കി വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് അതിൽ വെള്ളം ചേർത്തിട്ട് ഇളക്കിയിട്ട്, ഒരുപാട് വെള്ളം ചേർത്ത് ആ പാത്രത്തിൽ ഇളക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആ മാവ് നമുക്ക് പിന്നീട് ഇഡ്ഡലിക്കാണെങ്കിലും ദോശക്കാണെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഞാൻ ആ ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇവിടെ എപ്പോഴും സാമ്പാറും ഉണ്ടാവും, ചമ്മന്തി ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും ഞാൻ കടുകിട്ട് താളിക്കണേന്. കടുകും ആവശ്യത്തിന് വറ്റൽമുളക്, വേപ്പില ഇതൊക്കെ ഇട്ടിട്ട് സാമ്പാറും ചമ്മന്തിയുമാണ്, ചട്നിയുമാണ് ഞാൻ അതിനോടൊപ്പം ഉണ്ടാക്കിയത്. കാരണം ഇഡ്ഡലിക്ക് സാമ്പാർ ചേരുമ്പോഴേ ആ ഇഡ്ഡലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ സാമ്പാർ മസ്റ്റായിട്ട് ഉണ്ടാക്കും.
ചമ്മന്തിയും സാമ്പാറും. പിന്നെ അതുപോലെ ഇഡ്ഡലി വാഴയിലയിൽ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും അത് ഒരു തവണയെങ്കിലും വാഴയില കഴിക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പഞ്ഞി പോലത്തെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് സാമ്പാറും ഇതുപോലെ ചമ്മന്തിയൊക്കെ വെച്ചിട്ടൊന്ന് കഴിച്ചു നോക്ക്. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ കുറച്ച് ടിപ്സുകൾ അറിഞ്ഞാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാനത് ഒരു ഇതിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം രണ്ട് ദോശ ചുട്ടെടുത്തതാണ്. നല്ല മൊരിഞ്ഞ് കിട്ടും ഈ സെയിം അരിപ്പൊടിയിൽ ഉണ്ടാക്കിയ ദോശയും. നമുക്ക് അതുപോലെ 2-3 ദിവസം ഉപയോഗിക്കാനുള്ള മാവ് വരെ അരച്ച് വെക്കാം. ഒട്ടും പുളി വരില്ല. ഞാൻ പറഞ്ഞ പോലെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി.